സഹോദരങ്ങളെ, നമ്മളങ്ങനെ ഓശാന ഞായറാഴ്ചയിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ മനസ്സിനെ പുളകിതമാക്കുന്ന ഒരു ആധ്യാത്മീയ യജ്ഞത്തിൻ്റെ ദിനമാണ് ഓശാന ഞായറാഴ്ച. കുരുത്തോലകളുമായി ഇങ്ങനെ നടന്നു നീങ്ങി ഓശാന, ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്ന് ആലപിക്കുന്ന സുന്ദരമായ ഗീതത്തോടു കൂടിയുള്ള ആ വലിയ പ്രദർശനമൊക്കെ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. പള്ളിയിൽ പോകില്ലാത്തവനും ഞായറാഴ്ച പോലും പോകാത്തവൻ ഓശാന ഞായറാഴ്ച പള്ളിയിൽ വരുന്ന പതിവുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. കാരണം അന്ന് ഓല വാങ്ങിച്ചുകൊണ്ട് പോകാം. എന്തായാലും എൻ്റെ ആകർഷണം എന്തായാലും ശരി, ഓശാന ഞായറാഴ്ചയിൽ കണ്ടിരിക്കുന്നത് ദേവാലയം നിറഞ്ഞും അതിന് ചുറ്റും അതിൻ്റെ പരിസരവും അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ജനസഞ്ചയത്തെയാണ് കാണും. പിന്നീട് അങ്ങോട്ട് പിന്നെ ഒരു ചെറിയ കുരുത്തോലകളുമായുള്ള പ്രദർശനം ഇങ്ങനെ ദേവാലയ മൈതാനവും ഒക്കെ നിറഞ്ഞു നീങ്ങി പോകുമ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ദൈവിക സാന്നിധ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകും. അവിടെയും പെട്ടെന്ന് ഓടിച്ചെന്ന് ദേവാലയത്തിനുള്ളിൽ കയറാൻ ചെല്ലുമ്പോൾ ദേവാലയം അടച്ചിട്ടിരിക്കുക. കാരണം ദേവാലയം വാതിൽ തട്ടി തുറന്ന് കയറുന്ന ഒരു ക്രമം അതിനകത്തുണ്ട്. എന്തായാലും ശരി, ആ ദിനത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കാൻ ഓശാന ഞായറാഴ്ചയോടുകൂടി നമ്മൾ വലിയ ആഴ്ചയിലേക്ക്, പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവികത നിറഞ്ഞു തുളുമ്പട്ടെ. കർത്താവിൻ്റെ കൂടെ ആയിരിക്കട്ടെ നമ്മുടെ ആത്മാവ്. ഈശോ പരസ്യ ജീവിതം കഴിഞ്ഞിട്ട് അതിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ ജെറുസലേം ലക്ഷ്യമാക്കിയുള്ള യാത്ര അത് ചെന്ന് എത്തി നിൽക്കുന്നത് ഗെത്സമേനില്ല. അപ്പോൾ അതിനു മുമ്പുള്ള രാജകീയ പ്രവേശനമാണിത്. അപ്പോൾ അതിൻ്റെ പ്രതീകങ്ങളും അതിൻ്റെ അടയാളങ്ങളും ഒക്കെ നമ്മൾക്കിന്ന് ധ്യാന വിഷയമാണ്. ഓശാനയുടെ വലിയ ആഘോഷമായിട്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓലയും പിടിച്ചുള്ള പോക്ക് ഒക്കെ സന്തോഷകരമായൊരു കാര്യമാണ്. അതിൻ്റെ പിൻപിലെ ദൈവികത നമ്മുടെ ഉള്ളിൽ ഒരു ധ്യാന വിഷയമാക്കേണ്ടതാണ്. അതിന് ഉപോത്ബലകമായിട്ടുള്ള ദിനത്തിൻ്റെ വായനകൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചാൽ മതി. ആ വായനകളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളും പരസ്പര ബന്ധപ്പെട്ട് നിൽക്കുന്നതും രക്ഷാകര ചരിത്രത്തെ ആവിഷ്കരിക്കുന്നതും ദൈവപിതാവിൻ്റെ പദ്ധതി ക്രമശ ഘട്ടം ഘട്ടമായിട്ട് മുൻപോട്ട് നീങ്ങി അത് സാക്ഷാത്കരിക്കുന്ന എല്ലാം നിവൃത്തിയായി എന്ന് പറയുന്നത് ചെന്ന് എത്തി നിൽക്കുന്നതുമൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണിത്. ഇപ്പോൾ ഓശാന ഞായറാഴ്ച നമ്മുടെ വായനകളിലേക്ക് നോക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 15:1-3, 11-15, 20-21 ഭാഗങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന മോശയുടെ കീർത്തനമാണ്. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. മോശയുടെ കീർത്തനം 15 അധ്യായത്തിൽ വരുന്നത് ജനത്തെ ഇങ്ങനെ പറവോടെ അടിമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി 10 അത്ഭുതങ്ങളിലൂടെ കൊണ്ടുപോയി അവസാനം ഒരു തരത്തിൽ ചെങ്കടലിൻ്റെ തീരത്ത് നിന്ന് ചെങ്കടൽ കൂടെ വിഭജിച്ച ഇക്കര കടത്തിയിട്ട് മരുഭൂമിയിലെത്തിക്കഴിയുമ്പോഴേക്കും ഒരു ദീർഘശ്വാസം. ദൈവം ഇങ്ങനെ കടലിൽ ചെയ്ത അത്ഭുതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഈ കീർത്തനം എന്ന് പറയും. അത്ഭുതകരമായുള്ള ഇടപെടലാണ് നമുക്കറിയാതെ ചെങ്കടൽ വിഭജിക്കുക എന്നുള്ളത്. അതിൽ ശത്രുവിനെ നിഹനിക്കുന്നു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ മുഴുവൻ നശിക്കുന്നു, മറ്റു രക്ഷ. അപ്പം അങ്ങനെ ദൈവത്തിന് നീതി എവിടെയാണ്? അതായത് ഇസ്രായേൽ ജനത്തെ രക്ഷപ്പെടുത്തുന്നു, ഈജിപ്ത് ജനത്തെ അവിടെ കൊന്നെടുക്കുന്നു. ഫസൽ എന്താ അതിൻ്റെ സംഗതി? നന്മയും തിന്മയും നമ്മൾ സംഘടനവും അവിടെ കാണുന്നു. തിന്മയുടെ അവസാനം സംഭവിക്കാൻ പോകുന്ന വിധിയിൽ, അവസാനത്തെ വിധിയിൽ നിത്യനരകാഗ്നിയിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിവിടുന്ന ഒരു ഇടപാടുണ്ടല്ലോ. അവിടേക്ക് ഏറ്റു നിൽക്കുന്ന തിന്മയുടെ ശിക്ഷിക്കപ്പെട്ട ഒരു ഭാഗത്തിൻ്റെ പ്രതീകമാണ് ഇങ്ങനെ ദൈവജനത്തിൻ്റെ ശത്രുക്കൾ അങ്ങനെ ആ കടലിൽ ചെങ്കടൽ മുങ്ങി ചത്തു എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അത് ഭാഗത്തു നിന്നുള്ള നീതിയോ അനീതിയോ ഒന്നുമല്ല, മനുഷ്യൻ്റെ ഓപ്ഷനാണ്. ദൈവത്തിൻ്റെ നന്മ തിരഞ്ഞെടുക്കുന്നുള്ള പരാജയം, ദൈവത്തിൻ്റെ സന്ദർശനത്തിനോട് പ്രതിനിധി കാണിക്കാതെ, പ്രതികരിക്കാതെ, വിശ്വാസ പ്രത്യുത്തരമില്ലാതെ ആ തരത്തിൽ ദൈവത്തിന് വിരുദ്ധമായിട്ട് പോകുന്നവരുടെ അന്ത്യം അതെടുത്ത് കാണിക്കുന്നതാണ് ആ സംഭവം. അല്ല, ദൈവത്തിൻ്റെ പക്ഷാഭേദമൊന്നുമില്ല, മനുഷ്യനിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്ന സംഗതി ഒരു കീർത്തനം, അതായത് അത്ഭുതകരമായി ഈ ചെങ്കടൽ കടത്തി അക്കരെ കൊണ്ടുവന്ന ജനം കൈകൾ കൂപ്പി ദൈവത്തെ തുതിച്ച് ആലപിച്ച് ആനന്ദിക്കുന്ന ഭാഗമാണ്. അത് മനോഹരമായ ഒരു കീർത്തനം, വളരെ പഴകിയതാണ്. അത് ആദ്യ ഘട്ടങ്ങളിൽ യോശുവയുടെ കാലഘട്ടത്തിൽ രൂപീകൃതമായെന്നാണെന്ന് പറയുക.
മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്നാൽ അവിടുന്ന് മഹത്വപൂർണമായി വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിൽ എറിഞ്ഞു. ശരിയല്ലേ? കുതിരയും കുതിരക്കാരും ഒക്കെ ആരുടേതാണ്? ശക്തൻ്റേതാ, പ്രതാപവാൻ്റെയാ, പ്രമാണിയുടേതാ, പ്രഭുവിൻ്റേതാ, ഫറവോയുടേതാ. അവര് പിടിച്ചെടുത്ത് കൊണ്ടുപോകാൻ, തിരിച്ചു കൊണ്ടുപോകാൻ വന്ന, പക്ഷേ കടലിലെറിഞ്ഞു. പാവങ്ങൾ ഇക്കരെ കിടന്നു. കർത്താവിൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് അവിടുന്ന് അഭയമായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമില്ലേ? എൻ്റെ രക്ഷയായിട്ട് ഭവിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ ദൈവമാണ്, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, പിതാവിൻ്റെ ദൈവം എന്ന് പറയാം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. അതായത് ഈ എപ്പോൾ ഒരു ഇസ്രായേൽക്കാർ ഓർക്കുമ്പോൾ പിതാക്കന്മാർ ദൈവം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് കണ്ടുമുട്ടിയതല്ല. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ വ്യക്തികളിലൂടെ ഇറങ്ങി വന്ന വെളിപാടിൻ്റെ ദൈവത്തെയാണല്ലോ ഉദ്ദേശിക്കുക. അത് എടുത്ത് സ്തുതിച്ച് അവർ പാടുന്നതാണ് മനോഹരമായ ഗാനം. കർത്താവ് എത്ര മനോഹരമായ യോദ്ധാവാകുന്നു, കർത്താവ് എന്നാകുന്നു ഒരു നാമം. അതായത് അന്നത്തെ കാലഘട്ടങ്ങളിലെ യുദ്ധവീരന്മാരുടെ നിലയിലാണ്. അതായത് ദേവന്മാരുടെ, വിഗ്രഹാരാധകരായ ആളുകളുടെ ദേവന്മാരുടെ യുദ്ധം ചെയ്ത് യഹോവ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കീർത്തനത്തിൻ്റെ മുഖമുദ്രയായിട്ട് നിൽക്കുന്നത്. കർത്താവെ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? കർത്താവെ, വിശുദ്ധിയിൽ മഹത്വപൂർണനായി ശക്തമായ പ്രവർത്തനങ്ങൾ, ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അത് കീർത്തനമല്ല. കർത്താവ്, നിനക്ക് തുല്യനായി ആരുണ്ട് എന്നുള്ള ചോദ്യമാണ്. അങ്ങ് വലതുകരം നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവൾ നയിച്ചു. ഏതാ വിശുദ്ധ ഭവൻ? ആദ്യം ദൈവം നോക്കിയാൽ സഭയാണ്. പുതിയ നിയമത്തിൽ വാഗ്ദത്ത ഭൂമിയാണ് ഇവിടെ ഉദ്ദേശിക്കും. അങ്ങോട്ട് നയിച്ചു. ഇത് കേട്ട ജനതകൾ ഭയന്നു വിറച്ചും ഫിലിസ്ത്യർ അകലാറായി. ഏദോം പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി. ഏദോം എന്ന് പറയുന്ന ആരാണ്? ഏദോം എന്ന് പറയുന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്നവരാണ്. അതായത് 137 സംഗീതത്തിൽ അവരെ സൂചിപ്പിക്കുന്നുണ്ട്. ഏദോംകാർ എന്ത് പറഞ്ഞാൽ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ ബാബിലോൺ ചക്രവർത്തി തകർത്ത് തരിപ്പണമാക്കിയപ്പം അവരത് ഏലം വിളിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തു. അതാണ് ഏദോംകാരെന്ന് പറയും. ഇപ്പോൾ മൊവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടും കാനാൻ നിവാസികൾ മൃതപ്രായം മൊവാബുമായിട്ടാണല്ലോ ഏറ്റുമുട്ടിയ അവസരത്തിൽ അന്ന് ആ വലിയ ഒരു സംഭവം ഉണ്ടാകുന്നു. ഒരു മന്ത്രവാദിയുടെ ബാലാക്ക്, ബാലാം പ്രതീകങ്ങൾ നമ്മൾ ഓർക്കുക. അപ്പോൾ പ്രവാചകയും അഹ്റോന്റെ സഹോദരിയുമായ മിറിയം തപ്പ് കയ്യിലെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളെടുത്തു നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു. മിരിയം അവർക്ക് പാടിക്കൊടുത്തു. കർത്താവിനെ പാടി സ്തുതിക്കും, എന്തെന്നാൽ അങ്ങയുടെ അവിടുത്തെ മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കാലിൽ എറിഞ്ഞു. അതുകൊണ്ടാണ് ഇതാണ് വാതിലുകളെ ശിരസുയർത്തുവിനെന്ന് പറഞ്ഞുകൊണ്ട് ഓശാന ഞായറാഴ്ച ആ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ മുട്ടിക്കേണ്ട അകത്തേക്ക് പ്രവേശിക്കുന്നത്. വിജയകീർത്തനമായി, വിജയകരമായി ദൈവം പ്രവേശിക്കുന്നു തൻ്റെ സഭയിലേക്ക് എന്നുള്ളത് എടുത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഭാഗമൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പറയേണ്ട സംഗതി ആത്യന്തികമായി വിജയം നമ്മുടെ ദൈവത്തിൻ്റേതാണ്, നന്മയുടേതാണ്. തിന്മയ്ക്ക് ഒരിക്കലും ഇവിടെ വിജയിക്കാൻ പറ്റില്ല. തിന്മയുണ്ട്, തിന്മയുമായുള്ള സംഘർഷവുമുണ്ട്. അതുകൊണ്ട് ഇത് ഏറ്റവും പുരാതനമായൊരു കീർത്തനമാണ്. ദബേറായുടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിൽ കാണുന്ന കീർത്തനം ചേർന്ന് പോകുന്നതാണ്. അതായത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വിജയത്തെ പ്രകീർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ കടലിലെ അത്ഭുതമെന്ന് സൂചിപ്പിക്കാനിടയായത്. ഇത് പെസഹാ ദിനത്തിൽ ആണ്ടുതോറും ഈ ഭാഗം ഇസ്രായേൽക്കാർ, യഹൂദ ജനം കീർത്തനം ആലപിച്ചതാണ് പെസഹായുടെ ദിനത്തിലും. അതേതാണ്ട് ജോഷുവയുടെ കാലഘട്ടത്തിൽ BC 12-ാം നൂറ്റാണ്ടിൽ 13-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണെന്നാണ് പറയുക. അത് കടലിലെ വിജയമാണ്. അത് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുന്നതിൻ്റെ ആരംഭമാണ് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ ഒരു വലിയ പ്രമേയമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വാസ്തവത്തിൽ സ്വഭാവം സ്തുതിപ്പായിരിക്കേണ്ടതാണ്. ദൈവം നൽകിയ നന്മകളെക്കുള്ള സ്തുതിപ്പ് നമ്മുടെ മനസ്സിൻ്റെ ഭാവത്തിലാണ് ഈ നെഗറ്റീവ്, നിഷേധാത്മകമായ ചിന്തകൾ കടന്നു വരിക. ഭാവാത്മകമായ ചിന്തയുള്ളവർ സ്വാഭാവികമായിട്ട് ദൈവത്തെ സ്തുതിക്കും. കാരണം അവർ നന്മ കാണും. പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ നന്മ കാണും. എല്ലാം നന്നായിരിക്കും, ദൈവം കണ്ടു എന്ന് പറഞ്ഞതുപോലെ നന്മ കാണും. മനുഷ്യനിലേക്ക് നോക്കിയാലും നന്മ കാണും.
നന്മ കാണുന്നവർ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമുള്ളവരായിരിക്കും. അവർ ദൈവത്തെ സ്തുതിക്കുകയും മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പം ദൈവസ്തുതിപ്പെന്ന് പറയുന്നത് അത് നമ്മുടെ സ്വാഭാവിക ആത്മീയ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ്. വെറുതെ സ്തുതിപ്പ് കുറേ അത്രവ്യായാമം നടത്തുന്നതല്ല, ഹൃദയഭാവമാണ്. ദൈവത്തെ സ്തുതിക്കുക. നീ എനിക്ക് തന്ന എല്ലാത്തിനും ഞാൻ നിനക്ക് നന്ദി പറയും. ദൈവമേ നിനക്ക് സ്തുതി. നീ എനിക്കൊരു ജീവിതം തന്നു, നിനക്ക് എൻ്റെ ആയുസ് തന്നു, നീ എനിക്ക് ആരോഗ്യം തന്നു, നീ എനിക്ക് വിജ്ഞാനം തന്നു, എനിക്ക് വിദ്യാഭ്യാസം നൽകി, എനിക്ക് ബന്ധുജനങ്ങളിൽ മാതാപിതാക്കൾക്ക് നൽകി, സുഹൃത്തുക്കൾ എല്ലാം നൽകി നീ തന്നെയാണ്. എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണമെന്നില്ല. അതിൻ്റെ ഭാവം, അത് ഹൃദയഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് മർദ്ദിതനെ അവിടുന്ന് വിമോചിപ്പിക്കുകയും മർദ്ദകനെ അവിടുന്ന് പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് അനുദപിക്കാനുള്ള ഒരവസരം കൂടിയാണ് മർദ്ദിതരായ ആൾക്കാർക്ക്. ദൈവമേ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഈ ഇവരുടെ ഒരു അവസാനമുള്ള അവിടെ മുങ്ങിച്ചത്തു എന്ന് പറയുമ്പോൾ അത് മനുഷ്യരല്ലേ, ദൈവത്തിൻ്റെ മക്കളല്ലേ. അതുകൊണ്ട് ഞാനത് പറഞ്ഞത് അത് ശിക്ഷയുടെ പ്രതീകമാണ്. അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് തന്നെ ഉണ്ട്. തിന്മ ചെയ്ത എന്ന് സംഭവിക്കുന്നത് മത്തായി സുവിശേഷം 24-51 വാക്യത്തിൽ തിരികെ 2 സ്ത്രീകളെ അവർ തിരികലാട്ടിക്കൊണ്ടിരുന്ന ഒരാൾ എടുക്കപ്പെടുകയും മറ്റേയാൾ അവശേഷിക്കുകയും ചെയ്യുന്ന കർത്താവിനെ പറഞ്ഞിട്ടില്ലേ. അതായത് അന്ത്യവിരുന്നാൾ ഒരു വേർതിരിവുണ്ടാവും. കോലാടുകളെ ഞമ്മരുകളും വേർതിരിക്കും. നല്ലവരെയും അതുപോലെ തിന്മ ചെയ്തവരെയും തമ്മിൽ വേർതിരിക്കും. എന്നാൽ വേർതിരിവെന്ന് പറയുന്നൊന്നുണ്ടാവും. അത് യുഗാന്ത്യോന്മുഖമായ കാര്യം. മത്തായിയുടെ ലൂക്കാ സുവിശേഷം 13:20-22 വാക്യത്തിൽ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്ന, അതായത് അനീതി പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങളിൽ നിന്ന് അകന്നു പോകുവേൻ. നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, അത്ഭുതം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ കർത്താവ് പറയും, വേണ്ട, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഹൃദയത്തിൽ കർത്താവില്ലാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് അവിടെ ശിക്ഷയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 20-15 വാക്യത്തിൽ ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടുമെന്ന് പറയും. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിൽ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു വിധിയുണ്ട് എന്ന കാര്യം നമ്മൾ സംശയിക്കുന്നത്. നന്മയുണ്ട്, തിന്മയുണ്ട്. ദൈവം നന്മയും തിന്മയും വേർതിരിക്കും. വിധിയുണ്ടാവും. ആ വിധിയുടെ ഒരു പ്രതീകമാണ് ഈ ശത്രുക്കൾ കടലിൽ മുങ്ങി ചത്തു എന്ന് പറയുന്നത്. അപ്പം അനുദപിക്കാത്തവർക്ക് ലഭിക്കാതിരിക്കുന്ന ശിക്ഷയുടെ ഒരു 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 അടയാളം കൂടിയാണ്. അപ്പോൾ അതൊരു നീതിയുടെ കീർത്തനമാണ്. അപ്പം തിന്മ വിട്ടിട്ട് നന്മ ചെയ്യാനുള്ള പ്രേരണയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ജീവിക്കാൻ പറ്റണം. സങ്കീർത്തനം 18 പറയുന്നു, അവിടുന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു, മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു. ആരാ? ശത്രുവിനെ. സങ്കീർത്തകൻ പറയുന്നതാണ് അനുഭവത്തിൽ നിന്ന്. യെശയ്യാ 12:2 പറയും, ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. സംരക്ഷകനുമാണ് എടുത്ത് പറയുന്നത്, ബലവും എൻ്റെ ഗാനവുമാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ആത്മാവിലാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അമിതമായ ഭയമുണ്ടോ എന്ന് നോക്കണം. എന്തിനാണ് ആ ഭയം? ശൂന്യത വരുമ്പോഴല്ലേ ഭയം. കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്തിനാ ഭയം? ഒരു രണ്ടാമത്തെ ചിന്തയിലെങ്കിലും തിരിച്ചു വരേണ്ടതല്ലേ. എന്നിട്ട് ദൈവത്തെ സ്തുതിക്കേണ്ടതല്ലേ. കർത്താവ് നിന്നെ ഞാൻ സ്തുതിക്കുന്നു, എന്നതിലുള്ള ഭയം നീ എടുത്ത് നീക്കിക്കളയാനായി. വാസ്തവത്തിൽ ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം തന്നെ ക്ഷയിച്ചു പോകും. അതുകൊണ്ട് അത് പിതാക്കന്മാർ ദൈവം, അതായത് അവിടുന്ന് യോദ്ധാവായിട്ട് അവതരിപ്പിക്കപ്പെടുക, യോദ്ധാവായിട്ടാണ് എന്ന് പറഞ്ഞാൽ തിന്മയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത് നമ്മളല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ്. അത് അവിടുന്ന് പോർവിളി മുഴക്കുകയും ശത്രുക്കൾക്കെതിരെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് യെശയ്യാ 42 പറയും. അതായത് തിന്മയ്ക്കെതിരെ പോർവിളി നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ ദുർബലരാണ്. പക്ഷെ നമുക്ക് കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ മാത്രമേ തിന്മയെ നമുക്ക് എതിർക്കാനായിട്ട് പറ്റുകയുള്ളൂ. 63 പറയുന്നു, ഞാൻ നൽകുന്ന മോചനത്തിൻ്റെ വത്സരദാസനമായി. അതായത് ഞാനാ മോചനം നൽകുന്നത്, തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നത് ഞാനാം. അതുകൊണ്ട് സമയമായി. വെളിപാടിൽ പറയാം, അവൻ്റെ മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു വെള്ളക്കുതിര എഴുതപ്പെട്ട ഒരു നാമമുണ്ട്. വെള്ളക്കുതിരയെ കണ്ടെന്ന് പറയും. ഒരു നാമമുണ്ട്. രാജാക്കന്മാർ രാജാവും നാഥന്മാർ നാഥനും. കർത്താവിനെ കുറിച്ച് പറയും. ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് കടന്നു വരുന്ന ആളിനെ കുറിച്ച് പറയാം. രാജാക്കന്മാർ രാജാവും നാഥന്മാർ നാഥനും എന്ന് പറയുന്ന പറയുമ്പോൾ, അതുകൊണ്ട് ദൈവം തൻ്റെ വലത്തുകൈ നീട്ടി. ദൈവം അവിടെ പറയുന്നു, അവിടുത്തെ വലത്തുകൈ നീട്ടി. അത് ശക്തിയുടെ പ്രതീകമാണ്. വലത്തുകൈ എന്ന് പറഞ്ഞു. ഞങ്ങളെ രക്ഷിച്ചു, വലത്തുകൈ നീട്ടി. അപ്പോൾ അവിടുന്ന് ഏകനാണ്, അതുല്യനാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തോടൊത്ത് വസിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത്. ദൈവം എന്തിനാ ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? അതായത് നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്ത അവിടുന്ന് കാനാൻ ദേശം എന്ന് പറയുന്ന വാഗ്ദത്ത ഭൂമി ഒരു അടയാളം കൂടിയാണ്. നമ്മെ സംബന്ധിച്ചുമ്പോൾ ഇസ്രായേൽ പറയുന്ന ഈ വാഗ്ദത്ത ഭൂമി
അത് ഭൗതികമായിട്ട് നമുക്കത്ര പ്രാധാന്യമില്ലെങ്കിലും രക്ഷാകര ചരിത്രത്തിൻ്റെ നാടകങ്ങൾ അരങ്ങേറിയ സ്ഥലമെന്ന നിലയിൽ നമുക്ക് പ്രാധാന്യം. അതേസമയത്ത് നമ്മുടെ വാഗ്ദത്തം മൂതി എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്, അതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് സഭയാണ്. അപ്പം അതുകൊണ്ട് തിരഞ്ഞെടുത്തു, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് അവിടുത്തെ കരുണയും സ്നേഹവും വെളിപ്പെടാൻ വേണ്ടി. തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു കാര്യമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ചുമ്മാ തിരഞ്ഞെടുത്തല്ല, കർത്താവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അവിടുത്തേക്കാൾ ഉപകരണമാകാനാണ്. അങ്ങനെയല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നമ്മളൊരു അധ്യാപകൻ വന്ന് തൻ്റെ ക്ലാസ്സിലെ 100 കുട്ടികൾക്ക് ഒരു മിഠായി വിതരണം തൻ്റെ ജന്മദിനത്തിൽ നടത്തുകയാണെങ്കിൽ അധ്യാപകൻ വന്ന 100 മിഠായിയുടെ പാക്കറ്റ് ഒരു കുട്ടിയുടെ പ്രീഫെക്റ്റിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങ് വിതരണം ചെയ്യാൻ പറയല്ലേ ഉള്ളൂ. അവനെ അപ്പോൾ തിരഞ്ഞെടുത്തു. അവനെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? ഇതങ്ങോട്ട് വിതരണം ചെയ്യാനാണ്. ഈ കൊടുക്കുന്ന സാധനം അവനത് പൊതിഞ്ഞ് കെട്ടി വീട്ടിൽ കൊണ്ടുപോയാലോ അവൻ തല്ലുമേടിക്കും എന്ന് പറയുന്ന പോലെ നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. അത് നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് മുഴുവൻ ലോകം മുഴുവൻ്റെയും അതുകൊണ്ടാണ് ഈ തീഷ്ണതയിലെ ആൾക്കാർ ഈശോയെ പ്രഘോഷണിൽ മട്ടിക്കൂടാതെ പറഞ്ഞുകൊണ്ട്. കാരണം ദൈവം നൽകിയ ഒരു വിളിയുണ്ട്, ആ മാമോദിസ നൽകിയ ആ വിളി ഈശോയെ മരണം വരെയും പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് പ്രഘോഷിക്കാതിരുന്നു കഴിഞ്ഞാൽ തൃപ്തിയില്ല. ആ പ്രഘോഷണം നടത്തുമെങ്കിൽ മാത്രമേ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് കർത്താവ് രാജാവാകുന്നു. അപ്പം അതിൽ നിന്നാണ് ഈ ആരാധനാ സമൂഹം രൂപപ്പെടുന്നത്. അങ്ങനെയാണ്. അല്ല നമ്മൾ ചടങ്ങ് നടത്താൻ വേണ്ടി ഒന്നിച്ച് കൂടുന്നതല്ല. അകത്ത് കത്തുന്ന കത്തലിലൂടെ ഒന്നിച്ച് ചേരുമ്പോൾ പൊങ്ങി വരുന്ന ആ ഭയങ്കര പ്രഭയാണ് ആരാധന എന്ന് പറയും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ സ്തോത്രഗീതം മോചനം, ദൈവം നൽകിയ മോചനത്തിന് മറുപടിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആരാധനകൾ അങ്ങനെ ആയിരിക്കേണ്ടതാണ്. ദൈവസ്തുതിപ്പാണ് വാസ്തവത്തിൽ. കുർബാന എന്ന് പറഞ്ഞാൽ അർത്ഥം യൂക്കരിസ്തിയ എന്നാ പറയും. എന്ന് പറഞ്ഞാൽ കൃതജ്ഞതാ പ്രകാശനമെന്നാണ്. ദൈവം ചെയ്ത അത്ഭുതകരമായ നന്മയുടെ മോചനത്തിൻ്റെ പ്രവർത്തികൾക്ക് ദൈവത്തോടുള്ള നമ്മുടെ മറുപടിയും നമ്മുടെ പ്രതികരണവുമാണ് യൂക്കരിസ്തിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൃതജ്ഞതാ പ്രകാശനം. വിശുദ്ധ കുർബാനയുടെ പേര് അങ്ങനെ യൂക്കരിസ്തിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നന്മ, അതായത് ദൈവത്തിന് നൽകുന്ന കൃതജ്ഞതയുടെ പ്രകാശനമാണ്. ഇതേ തുടർന്ന് നമ്മളെ ഓശാന ഞായറാഴ്ച, ഓശാന ഞായറാഴ്ച അത്യന്തമായി നിൽക്കുന്ന സ്തുതിപ്പാന്ന് ഓർക്കുക. ഈ കുരുത്തോലയൊക്കെ എടുത്ത് കയ്യിലെടുത്ത് ഉയർത്തി കാണിക്കുക, ഓർക്കും. ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. ആ ഓർമ്മ നമുക്ക് വേണ്ടതാണ്. കുഞ്ഞുങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓശാന ഞായറാഴ്ചയൊക്കെ പള്ളിക്കുമ്പോൾ കൊണ്ടുപോയാൽ മാത്രം കൊണ്ടുപോകണം. കുട്ടികളെ വീട്ടിലിരുത്താൻ പാടില്ല. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കുട്ടികൾ അതൊക്കെ മനസ്സിൽ പതിയുന്ന സംഗതികളാണ്. കൊണ്ടുപോകണം. ചില കുടുംബങ്ങൾ അങ്ങനെ ചെയ്യാറുമില്ല. അന്നൊരു പരീക്ഷയ്ക്ക് ഒരുങ്ങി വീട്ടിൽ ഇരുത്തിയേക്കാം ഓശാന ഞായറാഴ്ച. അപ്പം അതുകൊണ്ടാണെന്ന് ചെയ്യുന്നത് കൃത്യമായി നാം വിശ്വാസ പരിശീലനം കൊടുക്കേണ്ടത്. രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ യെശയ്യായുടെ പുസ്തകത്തിൽ 62 നമുക്കറിയാം. യെശയ്യ 3 പേരുണ്ട്, 3 ഘട്ടങ്ങൾ ജീവിച്ചിരുന്നവരാണ്. 1 യെശയ്യ 49 അധ്യായം വരെ, 2 യെശയ്യ 55 അധ്യായം വരെ, 51 3 യെശയ്യ. 3 യെശയ്യ എന്ന് പറയുന്നതായ ഈ ബാബിലോൺ ആ അടിമത്തിൽ തിരിച്ചു വന്നതിന് ശേഷമുള്ള ഘട്ടങ്ങൾ ജീവിക്കുന്നവർ. അവരോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതാ നിൻ്റെ രക്ഷകൻ വരുന്നു എന്ന് പറയുന്ന ഭാഗം അവിടെ കേൾക്കും. അതായത് നിൻ്റെ രക്ഷകൻ വരുന്നു. 10-50 വർഷക്കാലത്തേക്ക് ഇങ്ങനെ ഇരുട്ടിൽപ്പെട്ടിട്ട് വലിയ ഒന്ന് മരുഭൂമിയിലിട്ട് പീഡിപ്പിച്ചതുപോലെ രണ്ടാമത്തെ പുറപ്പാടായിരുന്നു ബാബിലോണിലേക്കുള്ള പോക്ക്. അതായത് അവർ ചെയ്ത തിന്മകൾക്ക് പരിഹാരം ചെയ്യാനും വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം വിട്ടതാണ്. പക്ഷേ ദൈവം ഉപേക്ഷിക്കുകയില്ല. നിൻ്റെ രക്ഷകൻ ഇതാ വരുന്നു. അപ്പം അതുകൊണ്ട് രാജപാത പണിതുയർത്തുകയും ഇതാ നിൻ്റെ രക്ഷ കൈവന്നിരിക്കുന്നു പറയുന്ന മനോഹരമായ പ്രവാചകൻ്റെ ഉത്ബോധനമാണ് 62:10-12 വരെയും തുടർന്നുള്ള വാക്യങ്ങളും. കടന്നു പോകുവേൻ, കവാടങ്ങളിലൂടെ കടന്നു ചെന്ന് ജനത്തിന് വഴിയൊരുക്കുവേൻ, പണിയുവിൻ, കല്ലുകൾ നീക്കി രാജപാത പണിയുവിൻ. ഒരടയാളം, ഇതാ അടയാളം നൽകുവേൻ. ഇത് വന്നുകൊണ്ടിരിക്കുന്നു. ജനതകൾ അറിയട്ടെ, ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവിനെ പ്രഘോഷിക്കട്ടെ. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രക്ഷ വരുന്നു. സിയോൻ പുത്രി ദൈവജനമാണ്. വരുന്നു, നിന്റെ രക്ഷ വരുന്നു. ഇതാ അവിടുത്തെ പ്രതിഫലം അവിടുത്തോട് കൂടെ, സമ്മാനം അവിടുത്തെ മുൻപിലുണ്ട്. കർത്താവിനാ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് അവർ വിളിക്കപ്പെടും. അന്വേഷിക്കപ്പെടുന്നവർ അപരിത്യക്തനര, അത് പരിത്യക്തമല്ല, അപരിത്യക്ത നഗരം എന്നവർ വിളിക്കപ്പെടും. തിരിച്ചു വിളിക്കുക. അതായത് കർത്താവിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. തിന്മയ്ക്ക് വിശുദ്ധീകരണം ഉണ്ടാകണം, പരിഹാരം ഉണ്ടാകണം. അവർക്ക് എന്തെല്ലാം കൊടുത്തു? എല്ലാം കൊടുത്തില്ലേ? അവർക്ക് രാജാക്കന്മാരെ കൊടുത്തില്ലേ? പ്രവാചകന്മാരെ കൊടുത്തില്ലേ? വലിയ ദേവാലയം കൊടുത്തില്ലേ? എന്തെല്ലാം തരത്തിലുള്ള സംവിധാനങ്ങൾ അവർക്ക് നൽകി വഴി നടത്തലിന് വേണ്ടി. പക്ഷേ അവർ മുഴുവൻ ദൈവത്തെ മറന്നിട്ട് അഹന്തയിൽ വ്യാപരിച്ച് കഴിഞ്ഞപ്പോൾ പ്രവാചകന്മാർ വന്ന് പറഞ്ഞില്ലേ, തിരുത്താൻ പറഞ്ഞല്ലോ.
ജെറമിയാവെന്ന് കട്ടിയ ഭാഷയെ പറഞ്ഞില്ലേ തിരുത്താൻ, പക്ഷേ അദ്ദേഹത്തെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ചവച്ചനാക്കി. അപ്പോൾ അതുകൊണ്ട് ഒന്നും അതായത് നന്മ പ്രഘോഷിക്കപ്പെടുന്നത് സ്വീകരിക്കാത്ത ജനം അവസാനം ശിക്ഷിക്കപ്പെടേണ്ട ആ ശിക്ഷയായിരുന്നു ബാബിലോണിൽ അടിമത്ത. രാജാവിനെ പിടിച്ച് 2 കണ്ണും ചുഴത്ത് എടുത്തെറിഞ്ഞ് സെദേക്കിയ രാജാവിൻ്റെ കൂടെ ബാക്കിയുള്ളവരൊക്കെ അടിമത്തിലേക്ക് കൊണ്ടുപോയി. 50 വർഷം കഴിഞ്ഞപ്പോൾ മതി എന്ന് കർത്താവിന് തോന്നി. അതുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട് തിരിച്ചു വരാൻ പറയും. അങ്ങനെയാണ് എസ്രാ നെഹമ്യായുടെ കാലഘട്ടം തിരിച്ചു വന്നതിന് ശേഷമുള്ള ഘട്ടത്തിലെ ആണ് പ്രബോധനമാണ് ഏഷ്യ ഈ 3-ാം ഏഷ്യയിൽ നാം കേൾക്കുക. അപ്പോൾ അതുകൊണ്ട് ഏദോമിൽ നിന്ന് വരുന്നത് ആരാണ്? രക്താംബരം ധരിച്ച് ബൊസ്രായിൽ നിന്ന് വരുന്നത് ആരും? ബൊസ്ര ഏദോംകാരുടെ നാടാണ്. ഏദോംകാരെന്ന് പറയുന്നത് ഇവരെ ബാബിലോണിലേക്ക് പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്ന അവസരത്തിൽ അവർക്ക് ആ ശത്രുക്കളെ സപ്പോർട്ട് ചെയ്തവരാണ് ഏദോംകാർ. തൻ്റെ മഹനീയമായ വേദവിധാനങ്ങളിൽ എവിടെ ശക്തിഭാവത്തോടെ അവിടുന്ന് വരുന്നത് ആരാണ്? നീതിയുടെ വിജയം പ്രഖ്യാപിക്കുന്നവനും സംരക്ഷിക്കാൻ ശക്തിയുള്ളവനുമായവൻ ഞാൻ തന്നെ എന്ന് പറയുക. അതായത് അന്നേ ഇതെല്ലാം ചെയ്ത് ഞാൻ തന്നെയാണ്, നിങ്ങൾ അങ്ങോട്ട് വിട്ടോ ഞാൻ തന്നെയാണ്. അന്ന് ഏതോംകാർ നിങ്ങൾക്ക് എതിരായിട്ട് ശബ്ദിച്ചു. നമുക്കറിയാമല്ലോ 137-ാം സങ്കീർത്തനം എന്നൊന്ന് വായിച്ചു നോക്കി എന്താണ് അവരുടെ ഹൃദയത്തിൻ്റെ ആ പിടപ്പ് കാണാം. 137-ാം സങ്കീർത്തനം എടുത്താൽ എവിടെയാ? ബാബുലോൺ അടിമത്തത്തിൽ പോയി കിടക്കുക. ബാബുലോൺ നദിയുടെ തീരത്തിരുന്ന് സഹിയോനയോർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെ അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടും ഞങ്ങളോട് പാട്ട് പാടാനായിട്ട് ഞങ്ങളെ ബന്ധനസ്ഥനാക്കി ഞങ്ങൾ ആവശ്യപ്പെട്ടു. അന്യദേശത്ത് എങ്ങനെ കർത്താവിൻ്റെ ഗാനങ്ങൾ ഞങ്ങൾ ആലപിക്കും? ആ പാട്ട് പാടി അവർ രസിപ്പിക്കാനാ. എന്നിട്ട് ചങ്ക് പറ്റി പറയാം, ജെറൂസലേമേ ജെറൂസലേമേ, നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ വലത്ത് എന്നെ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ നാവിൻ്റെ അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. അപ്പം അതുകൊണ്ട് ഏതോംകാരെന്താ പറയുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെന്താ പറയുന്നത്? അതായത് വളരെ കൃത്യമായിട്ട് അവർ നേരിട്ട് അതിശക്തമായ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ഏതോംകാർ ശത്രുക്കളുടെ കൂടെ എന്താ അവർ പറഞ്ഞേ? ഏതോംകാർ വിളിച്ചു പറഞ്ഞത് എന്താ? അതായത് ഏതോമർ ചെയ്ത് ഓർക്കുക, ഇടിച്ച് നിരത്തുവേൻ, അടിത്തറ വരെ ഇടിച്ച് നിരത്തുവേൻ അവർ പറഞ്ഞു. എന്നിട്ട് ആ വേദന കണ്ടുകൊണ്ട് പറയാം, സംഹാരണിയായ ബാബിലോൺ പുത്രി, നീ ഇത് ഞങ്ങളോട് ചെയ്തുവെങ്കിൽ നിൻ്റെ മക്കളോട് ചെയ്യുന്നവർ ഇതിനേക്കാൾ ഭാഗ്യവന്മാർ. നിൻ്റെ മക്കളെ പിടിച്ച് പാറമേലടിക്കുന്ന ഭാഗ്യം അതുവരെ പറയേണ്ടതായിട്ട് വന്നു. അപ്പം 137 സംഘത്തിലും കിടക്കുകയല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുക. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിലിരിക്കേണ്ടതാണ് ഈ പ്രവചന ഭാഗം ഇപ്പോൾ പറയാൻ കാരണം അത്രയധികമായി ഉത്കടമായ സാഹചര്യത്തിൽ നമ്മെ തമ്പുരാൻ മോചിപ്പിച്ച് കൊണ്ടുവരുന്നതിൻ്റെ പ്രതീകാത്മകതയാണ് ഈ കാണുന്നത്. അവിടെ ആ കർത്താവ് കടന്നു വരുന്നതാണ് ഓശാന ഞായറാഴ്ച. എന്തിനാ? നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വഴിയൊരുക്കാൻ പറയുന്നത്. അതായത് ദൈവത്തെ ജയത്തെ വിളിക്കുന്ന 4 പേരുണ്ടാവും. 4 പേരുകൾ. ഒന്ന് വിശുദ്ധ ജനമായിട്ടും, അല്ലെങ്കിൽ അവിടുന്ന് രക്ഷിക്കപ്പെട്ടവളായിട്ടും, അല്ലെങ്കിൽ അന്വേഷിക്കപ്പെട്ടവളായിട്ടും, അല്ലെങ്കിൽ അപരിത്യക്ത നഗരമായിട്ടും എന്നങ്ങൾ വിളിക്കുക. എന്നിട്ട് സവിശേഷത എന്ന പ്രത്യേകത അവരെന്തുവരും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായിരിക്കും, ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് അവർ ജെറുസലേമിൻ്റെ സവിശേഷത എടുത്തു പറയുക. അതുകൊണ്ട് തമ്പുരാനെ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. അവിടുന്ന് ജേതാവാം. അപ്പോൾ ഏദോമിൻ്റെ ഉത്ഭവസ്ഥാനമായ ബ്രോസായ എടുത്ത് പറയാൻ കാരണം അതാണ്. അതുകൊണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ എടുത്ത് സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏദോമിന് ലഭിക്കാൻ പോകുന്ന ശിക്ഷ അവിടെ എടുത്ത് പറയാൻ കാരണം രക്ഷാകര പദ്ധതിക്ക് വിരുദ്ധമായിട്ട് പോകുന്നവർ ആത്യന്തികമായി ശിക്ഷിക്കപ്പെടുമെന്ന സങ്കീർത്തനം 137 ഞാനെടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഭാഷയോട് നമ്മൾ സംസാരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓശാന ഞായറാഴ്ച നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം തുറന്നു വരിക. നിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ കടന്നു വരും. നീ ഏത് ബന്ധനത്തിലാണ് കിടക്കുന്നത്, അത് നീ മോചിതനാകണം. നീ ലഹരിയുടെ ബന്ധനത്തിലാണെങ്കിൽ മോചിതനാകണം. നീ സമ്പത്തിൻ്റെ ബന്ധനത്തിലാണെങ്കിൽ മോചിതനാകണം. നീ ശത്രുതയുടെ വികാരങ്ങൾ നടക്കുന്നത് നീ മോചിതനാകണം. ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും അമിതമായ അംബീഷൻ, സ്ഥാനമോഹത്തിൻ്റെ ബന്ധനത്തിലാണെങ്കിൽ നീ മോചിതനാകണം. നീ ഹൃദയം തുറന്ന് ദൈവത്തിൽ ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ നീ വിമോചകനെ ഉള്ളിൽ പ്രവേശിപ്പിക്കണം. ഈശോ മിശിഹ നിൻ്റെ കൂടെ വരുമ്പോഴേ നിനക്ക് സമാധാനം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഗലാത്യർ ലേഖനത്തിന് 4:12 വാക്യം നമുക്കറിയാം. അതിൻ്റെ ബന്ധം എന്താ? ഗലാത്യക്കാരുടെ അപ്പസ്തോലിൻ്റെ ബന്ധത്തിൽ മിശിഹ നിങ്ങൾ ഉരുവാകുന്നത് വരെ ഒരു അമ്മയുടെ സ്ഥാനത്ത് എന്ന് പറയുന്ന പോലെയാണ്. ആരാ? നമ്മുടെ അമ്മയുടെ ഉദരത്തിലെ ഉരുവായ എന്ന് പറഞ്ഞാൽ അപ്പസ്തോലൻ പറയാം, ക്രിസ്തു നിങ്ങൾ ഉരുവാകുന്നത് വരെ ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നു പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാം. ബാക്ക്ഗ്രൗണ്ട് അറിയാം. ഗലാത്യ ഏതാ? ഈ ഗലാത്യ സ്ഥലം ഏതാ? തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാരയം. അറം പറ്റിയതുപോലെ ആയില്ലേ? ഒരൊറ്റ ക്രിസ്ത്യാനി ഇവിടെ ഇല്ല.
915 15 ലക്ഷം ക്രിസ്ത്യാനികളെ അവർ കൊണ്ടുപോയി മരുഭൂമിയിലിട്ട് ചുട്ടുകൊന്നത്. അതല്ല, അതുപോലെ രാജചരിത്രത്തിൻ്റെ വലിയ വലിയ സംഭവങ്ങൾ നടന്ന സ്ഥലമാണ് ഈ തുർക്കി എന്ന് പറയും. നമ്മുടെ അമ്മയെ യോഹന്നാൻ കൊണ്ട് താമസിപ്പിക്കുന്ന എഫേസോസ് തുർക്കിയിലാണ്. കൊളോസ്യ എന്ന് പറയുന്ന അവർക്ക് ലേഖനമില്ല, അത് തുർക്കിയിലാണ്. ഇപ്പോൾ ഗലാത്യക്ക് ലേഖനമില്ല. ഗലാത്യ എന്ന് പറഞ്ഞ അങ്കാര തലസ്ഥാനത്തിൻ്റെ പേരാണത്. അവിടെ അപ്പസ്തോലൻ ഒത്തിരി വിഷമിക്കേണ്ടി വന്നു. അപ്പസ്തോലൻ സുവിശേഷം പ്രസംഗിച്ച് പോന്നു കഴിയുമ്പോൾ യഹൂദ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ യഹൂദ വിഭാഗം അദ്ദേഹത്തിൻ്റെ ശത്രുതരയിൽ നിന്നുകൊണ്ട് വിശ്വാസം വഴി നീതീകരിക്കപ്പെടുന്ന അടിസ്ഥാന പ്രബോധനത്തിനെതിരായി യഹൂദ കർമ്മങ്ങൾ നിർവഹിച്ച് നീതീകരിക്കപ്പെടുമെന്നുള്ള ചിന്ത അവരെ തലയിൽ കയറ്റി. അവർ തെറ്റായിട്ടുള്ള വഴിയിലേക്ക് തിരിയാനിടയായി. അതുകൊണ്ട് തന്നെ 1-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഇനി ഞാൻ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു മാലാഖയോ വന്ന് പഠിപ്പിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന്. അറം പറ്റിയതുപോലെ എന്ന് പറഞ്ഞില്ലേ, ആ സഭ ശപിക്കപ്പെട്ടു പോയില്ലേ? അവിടെ ഉണ്ടോ? സഭ അവിടെ ഇല്ല. തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, തിരിച്ചു വരുമായിരിക്കും. പക്ഷേ എന്നെങ്കിലും തിരിച്ചു വരും. കാരണം അങ്ങോട്ടാണല്ലോ ഈ കാണുന്ന ലോകത്തിൻ്റെ പോക്ക് കണ്ടിട്ട് അങ്ങനെ ഇത് തിരിച്ചു വരവിലേക്കുള്ളൊരു പോക്ക് തന്നെയാണ്. കർത്താവ് രണ്ടാമത്തെ വരുന്നതിന് മുമ്പൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അപ്പോസ്തലൻ പറയുന്ന ഭാഗങ്ങളാണ്. അദ്ദേഹം പറയുക, ഞാൻ നിങ്ങളിവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാത്തിനും മാതൃക കാണിച്ചില്ലേ? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ കർത്താവിൻ സഭയെ പീഡിപ്പിച്ച തീഷ്ണത കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എതിരാളികളായിട്ട് നിൽക്കുന്നവരെ നിങ്ങൾ ശരിയായ പ്രബോധനം വഴിതെറ്റിക്കാൻ ഇടയുണ്ട്. ഞാൻ കർത്താവിൻ്റെ ദാസനായിരിക്കുന്നത് നിങ്ങളും അതുപോലെ എന്നെ അനുകരിക്കുമേ. എന്നിട്ട് എന്നത്, ഞാൻ ഉറ്റതിനെ കണ്ടു, ഞാൻ കണ്ടുമുട്ടി. അതാണ് ആ വ്യക്തിബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ദൃഢമായ ആവിഷ്കാരം. അപ്പസ്തോലൻ ഈശോയെ കണ്ടു. ആ കണ്ടതിൽ നിന്നാണ് ഈ ആത്മവീര്യം വരുന്നത്. ഡമാസ്കസിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കണ്ടത്. കണ്ടുമുട്ടിയെ പിന്നെ പുറകോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ക്രിസ്തുവിലുള്ള എൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിഞ്ഞ് ആർക്ക് പറ്റും? മർദ്ദനത്തിനോ പട്ടിണിക്കോ വാളിനോ നഗ്നതയ്ക്കോ മരണത്തിനോ എന്ന് ചോദിക്കാൻ മാത്രമുള്ള തൻ്റെ ഇടമുണ്ടായ അതുകൊണ്ടാണ്. അപ്പം അത്രയ്ക്ക് കർത്താവിനെ കണ്ടുമുട്ടി. അത് തന്നെയല്ല, അദ്ദേഹം വിജാതിയർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളാണ്. അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ. അതുകൊണ്ട് നേരത്തെ ഞാൻ സഭയെ പീഡിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിന്ന് ധീരനായ വക്താവാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തും വഴിതെറ്റി പോകരുത്, നിങ്ങൾ എന്നെ അനുകരിക്കുകയും. അതുകൊണ്ട് കർത്താവിൻ്റെ സഹനത്തിലേക്ക് വരും. അതുകൊണ്ട് യഹൂദ പക്ഷക്കാരെന്ന് പറയുന്നത് അവരാൽ നിങ്ങൾ വഞ്ചിതരാകാനായിട്ട് പാടില്ല. അതുകൊണ്ട് ക്രിസ്തു നിങ്ങളെ ഉരുവാകുന്നത് വരെ ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുതിയ സൃഷ്ടിയാവുക. ഏതാ പ്രധാനപ്പെട്ട കാര്യം? പുതിയ സൃഷ്ടിയാവുക. അപ്പോൾ അതുകൊണ്ട് അപ്പസ്തോലനും ഈ സഭയുള്ള ബന്ധത്തിൻ്റെ സ്ഥായിയായ കാര്യം അപ്പസ്തോലൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് സമ്മാനം കിട്ടാനല്ല, അവരേകദേശം അദ്ദേഹത്തെ പ്രശംസിക്കാനല്ല, അവർ ക്രിസ്തുവിലായിരിക്കണം, അവർ പുതിയ സൃഷ്ടിയായിട്ട് മാറണം എന്നുള്ള. പക്ഷേ ആ അപ്പസ്തോലൻ്റെ ആഗ്രഹവും താല്പര്യവും ആ ദേശത്തെ ജനം എന്തു പറ്റിയതാണെന്ന് അറിയാൻ പാടില്ല. ഇന്ന് വളരെ നമുക്ക് ചെന്ന് കണ്ടാൽ വിഷമം തോന്നും. എങ്കിലും ഇപ്പോഴും ആ പഴയ ചില ദേവാലയങ്ങളിൽ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ദേവാലയങ്ങൾ എങ്ങനെയോ നശിപ്പിക്കപ്പെടാതെ ഇപ്പോഴും അവിടെ ഉണ്ടെന്നുള്ളത് ഒരു സൂചനയായിട്ട് മാത്രം നിൽക്കുക. അതായത് തുർക്കിയിൽ. ഇതിൻ്റെ സമാപനത്തിലാണ് നമുക്കിന്ന് സുവിശേഷം കടന്നു വരുന്നത്. ലൂക്കാ സുവിശേഷം 19:28-40 വരെ ഈശോയുടെ ജെറുസലേം പ്രവേശനം. നമുക്ക് വളരെ ചിത്രം നമ്മുടെ മനസ്സിൽ വളരെ വ്യക്തമാണ്. എല്ലാ വർഷവും കണ്ടതാണ്. അവിടെ കർത്താവ് എന്താ ചെയ്യുന്നത്? കർത്താവ് ഇങ്ങനെ യാത്രയിലേക്ക് വരികയാണ്. അങ്ങോട്ട് ബെത്ലഹേമിൽ നിന്നും വരിക, അവിടെ ബെഥാനിയ കഴിഞ്ഞ് വരിക, വന്നിട്ട് ഒലിവുമലയുടെ സൈഡിൽ വന്നു ബെത്ഫാഗെ എന്ന സ്ഥലത്തെത്തി. ബെത്ഫാഗെ അതായത് ഒലിവുമലയുടെ ചെരുവാണ്. നമ്മളവിടെ ഇപ്പം മനോഹരമായ വഴിയാണ്. ഇപ്പോൾ അവിടെ ആ വഴി നല്ല കീഴോട്ട് നല്ല ഇറക്കത്തിലേക്കുള്ള വഴിയാണ്. ആ വഴി ഇങ്ങോട്ട് നടന്നു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇടത്തുവശത്തെ ഭാഗത്ത് നിന്ന് മരത്തിലാണ് യൂദാസ് കറിയോത്ത കെട്ടി തൂങ്ങിച്ചത്. അപ്പം അതുകൊണ്ട് ഈ പ്രദേശമെല്ലാം വെട്ടാദ്യത്ത് ബന്ധപ്പെട്ട് സംഗതിയാണ്. അതിൻ്റെ അല്പം കൂടി താഴോട്ട് ഇറങ്ങി ഇപ്പുറത്തോട് മാറുമ്പോഴാണ് അവൻ ഗെത്സമേൻ തോട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് വലത്തുവശത്തൂടെ നടന്നു കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴാണ് കർത്താവ് കരഞ്ഞു എന്ന് പറയുന്ന ദേവാലയം. ഡൊമിനോസ് പ്ലാബിറ്റ്, കർത്താവ് കരഞ്ഞു. എപ്പോഴാണ് കരഞ്ഞേ? കർത്താവ് ഒലിവുമലയുടെ സൈഡിൽ നിന്നുകൊണ്ട് നോക്കിയപ്പോൾ ജെറുസലേം ദേവാലയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ആ നിറഞ്ഞു നിന്നുകൊണ്ട് കർത്താവ് ചങ്കുപൊട്ടി പറഞ്ഞു, ജെറുസലേമേ ജെറുസലേമേ, പ്രവാചകന്മാരെ കൊല്ലുന്നവളെ, പിടക്കോഴിതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറങ്കിൽ കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കും, ഞാൻ നിങ്ങളെ ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ കേട്ടില്ല. അത് കർത്താവ് അവസാനം കരഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കർത്താവിൻ്റെ ഈ ഒരു ബെത്ഫാഗെ എന്ന സ്ഥലത്ത് ചെയ്യുന്ന ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. നിങ്ങൾ പോയി അവിടെ കാണും, ഒരു കഴുതക്കുട്ടിയെ കാണും, അതിനെ അഴിച്ചുകൊണ്ട് പോരും. ഇനി ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയും. അവർ രണ്ടുപേര് പോയി, അവരൊരു കഴുതക്കുട്ടിയെ കണ്ടു. കർത്താവ് അതിനെ അഴിച്ചപ്പം ഉടമസ്ഥൻ ചോദിച്ചു, എന്തൊരു കളിയാണ്,
എൻ്റെ ആൾക്കൂട്ടി അതേ ഇതിന് കർത്താവിന് ഇവിടെ ആവശ്യമുണ്ടെന്നും കൊണ്ടുവന്നു. അവരെന്ത് ചെയ്തു? വളരെ വിലപിടിപ്പുള്ള വസ്ത്രം കർത്താവ് എന്നെ ഇരുത്താൻ വേണ്ടിയിട്ട് കരുതക്കിട്ട് അവർ അണിയിച്ചു. രാജകീയമാണ്, അസൽ രാജാവാണ്, രാജകീയ പ്രവേശനമായത്. ആ രാജകീയത വന്ന് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ആ രാജകീയത അവസാനിക്കുന്നത് എൻ്റെ രാജ്യം ഐഹികമല്ല, അത് സ്വർഗോന്മുഖമാണ്, പീഡനത്തിലൂടെ മഹത്വത്തിലേക്കാണ്, അത് കാൽവരിയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ ജനങ്ങളെല്ലാം കൂടി ആത്ത് വിളിച്ച് അവർ എന്താ ചെയ്ത് അവർ വഴിച്ചകളിൽ അവരുടെ വസ്ത്രങ്ങൾ വിരിച്ചു. ദാവീദിൻ്റെ പുത്രനോച്ചാന, ഓക്കെ, ദാവീദിൻ്റെ പുത്രനോച്ചാന എന്ന് നിലവിളിച്ച് അവർ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഈ നിയമജ്ഞനും പരിസയനും പ്രമാണിമാരെല്ലാം കൂടെ വന്ന് പറയും, കണ്ടില്ലേ ഇവർ വിളിച്ചു പോകുന്ന, അവരെ ശാസിക്കാൻ പറയും. അപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞേ, ഇപ്പോൾ ഇവർ ആർപ്പ് വിളിക്കുന്നില്ല, ഈ കല്ലുകൾ ആർപ്പ് വിളിക്കും എന്ന് കർത്താവ് മറുപടി പറയും. ഇതാണ് ഇന്നത്തെ ആ സുവിശേഷ ഭാഗം. നമുക്ക് ഞായറാഴ്ച ദേവാലയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയെ തന്നെ ഉള്ളിൽ കണ്ടുകൊണ്ട് ഈശോയുടെ കൂടെ നിൽക്കാനുള്ള മനോഭാവത്തോടെ നമുക്ക് ആ ഭാഗം നോക്കാം. ജെറുസലേം പ്രവേശനം. അവനിത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. ഒരു മലക്കരികിലെ ബേത്ലഹേം, ബെത്താനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവന് 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു. എവിടെയാണ് പോകുന്നത്? ബേത്ലഹേമിൽ നിന്ന് വരുന്ന ഭാഗം 5 കിലോമീറ്റർ അകലെയാണ് ബേത്ലഹേം എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ പറയുന്ന ഇവിടെ നിന്ന് ബെത്പാഗയിൽ 3-4 കിലോമീറ്റർ കാണുകയും എതിരെ കാണുന്ന ഗ്രാമത്തിൽ പോകുകയും അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുകയാണ്. അതാണ് രാജകീയത. രാജാക്കന്മാർ കയറുന്ന ആരും കയറാത്തതാണ്, ആരും കയറിയില്ലാത്തതാണ്. അതുകൊണ്ടാണ് ആരും അടക്കം ചെയ്യപ്പെടാത്ത കല്ലറയെ കർത്താവിനെ അടക്കിയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആരും കയറിയിട്ടില്ലാത്ത. അങ്ങനെ അഴിച്ചുകൊണ്ട് വരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞേക്കാം എന്ന് പറയുന്നത് മറുപടി എത്ര വ്യക്തമാണ്. അപ്പോൾ അവർ അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ തന്നെ അവർ കഴുതയെ കണ്ടു. അവരെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ വന്ന് അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതയെ അഴിക്കുന്നതെന്ന് ചോദിച്ചു. കർത്താവിനെ കണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കൊണ്ട് പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. നമുക്ക് ആ ചിത്രം വളരെ കൃത്യമല്ലേ നമ്മുടെ മനസ്സിൽ. അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചെരുവിന് അടുത്തെത്തിയപ്പോൾ ഞാൻ സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ ചെരുവ് ഇറങ്ങി വരുമ്പോൾ കുറേയേറെ ഇറങ്ങാനുണ്ട്. മലയിൽ നിന്ന് കുറേയേറെ ഇറങ്ങി താഴോട്ട് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇടത്തുഭാഗത്തുള്ള സ്ഥലത്താണ് ഉള്ള മരത്തേലാണ് യുവദാസ് കെട്ടി തൂങ്ങി ചത്തു എന്ന് പറയും. അത് കഴിഞ്ഞായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞില്ല, ഇത് കഴിഞ്ഞാണല്ലോ സംഭവം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ പറ്റണത്തോടടുത്ത് ഒലിവുമലയുടെ അടുത്തെത്തിയപ്പോൾ ശിക്ഷിക്കണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവർത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, മക്കാറിയോസ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുതങ്ങൾ ദൈവത്തിന് മഹത്വം. ആദ്യം കർത്താവ് ജനിച്ചു എന്ന് പറയും, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതിക്കുവാൻ സമാധാനം. ഇവിടെ എന്താ പറയുന്നത്? സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നൊരാത്ത് വിളിച്ചു. അപ്പോൾ ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില പരിശ്രയർ അവരോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിഭയിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, വചനഭാവം വളരെ വ്യക്തമാണ് നമ്മുടെ മനസ്സിൽ. അതിൻ്റെ ആന്തരികത മാത്രം നമ്മുടെ ഉള്ളിലേക്ക് കടന്നാൽ മതി. നമ്മുടെ ഹൃദയത്തിൽ തുള്ളിച്ചാടേണ്ടതാണ്. ഈശോമിശിഹായുടെ ഒപ്പമുള്ള ആ ഒരു മനോഭാവം ഹൃദയത്തിൽ. ഇപ്പം ജെറുസലേം യാത്ര നോക്കണം. അതിൻ്റെ കൃത്യം ജെറുസലേം യാത്ര ഒന്ന് അവസാനിക്കുക. അതായത് ജെറുസലേം ലൂക്കായുടെ സുവിശേഷമാണെങ്കിൽ 19 അധ്യായം 51 വാക്യത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 9 അധ്യായം 51 വാക്ക് തൊട്ട് അത് ക്രമീകരിച്ചിരിക്കുന്നത് ജെറുസലേം യാത്ര എന്ന രീതിയിലാണ്. അങ്ങനെയാണ് ആ സംഭവങ്ങൾ ക്രമീകരിച്ച് വെച്ചിരിക്കും. അപ്പോൾ ആ ജെറുസലേം യാത്ര സഹനവും മരണോത്ഥാനത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് രാജകീയ പദവിയിലേക്ക് പോവുകയാണ്. ബെത്ഭാഗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാകമാകാത്ത മുന്തിരിത്തം, പാകം ആകാത്ത അട്ടി എന്നാണ് ഈ വാസ്തവത്തിൻ്റെ അർത്ഥം. ബെഥാനിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനനിയായുടെ ഭവനം, ബെത്ത് ഭവനമാണ്. അപ്പോൾ ഒന്ന് ബെഥാനിയ, അവിടെ നിന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്തതായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിലെ അവസാനം 24 അധ്യായത്തിൽ 50-51 വാക്യങ്ങളിൽ അവിടെ നിന്നാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തതായിട്ട് പറയുക. സ്വർഗാരോഹണം അവിടെ നിന്ന്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഒരു ആരോഹണമാണ്. അതായത് ഭൗതികമായി മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ കർത്താവ് ഈ കഴുതപ്പുറത്തേറി അപ്പുറേ ജെറുസലേം അവിടെ നോക്കിയാൽ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കാണാം. ഇവിടെ എന്നാൽ കാണാം ജെറുസലേം ദേവാലയം അങ്ങ് ദൂരെ. പക്ഷേ ഇറങ്ങി ചെല്ലണം. അങ്ങ് ചെന്ന് നടന്ന് താഴെ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ കെദ്രോൻ തോടുന്ന ഒരു തോടുണ്ട്. ആ തോട് കഴിഞ്ഞിട്ട് പിന്നെ ഈ ജെറുസലേം മല കയറണം. ജോസഫാത്ത് വരയുടെ സൈഡിൽ കൂടി കയറി ചെന്ന് മുകളിൽ ചെല്ലണം. ജെറുസലേം സന്ദർശിച്ചിട്ടുള്ളവർക്ക് അത് ഓർക്കുന്നത് നല്ലതാണ്.
അപ്പോൾ ഒരിക്കലും കയറാത്ത, ഒരിക്കലും ഒരു മനുഷ്യനും ഒരിക്കലും കയറാത്ത ഒരു മൃഗമാണ്, അത് കെട്ടപ്പെട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ അതായത് 49 അധ്യായം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 49 അധ്യായം ഇത് യാക്കോബ് മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ള, യാക്കോബ് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കർത്താവിനെ കുറിച്ച്. സഖറിയാ പ്രവാചകൻ്റെ 9 അധ്യായം 9 വാക്യത്തിൽ കഴുതക്കുട്ടിയുടെ പുറത്ത് സിയോൻ്റെ രാജാവ് വരുന്നതായിട്ട് എടുത്തു പറഞ്ഞിരുന്നുണ്ട്. യൂദായുടെ അതുകൊണ്ട് ഈശോ കടന്നു വരുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ 100-ലധികം പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അത് സാക്ഷാത്കരിക്കപ്പെട്ടുള്ളൂ. ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ സാക്ഷാത്കരിക്കാൻ, അതാ ഈശോ രണ്ടാമത് വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്തൊന്ന് സാക്ഷാത്കരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കണം. അപ്പോൾ എനിക്ക് കർത്താവിന് ആവശ്യമുണ്ടെന്ന്, അപ്പോൾ വില കൂടിയ കഴുതക്കുട്ടിയാണ്. അപ്പം അന്നത്തെ സോളമനെയൊക്കെ രാജകീയ അഭിഷേകം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആരൊക്കെയാണ്? സാധുക്ക് എന്ന് പറയുന്ന ഒരു നാത്താൻ പ്രവാചകൻ കൂടി കൊണ്ടുപോകുന്ന ഒരു കോവർ കഴുതയുടെ പുറത്താണ്. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ കഴുത എന്ന് പറഞ്ഞ രാജകീയ വാഹനമാണ്. പിന്നീട് അത് മാറി, പിന്നെ അത് കുതിരയായിട്ട് മാറി. അതായത് കുതിര ബലവാൻ്റെ അടയാളമാണ്, കഴുത ദരിദ്രൻ്റെ അടയാളമാണ് അന്നത്തെ കാലത്തിൽ. ഇപ്പം ദാവീദിൻ്റെ കാലത്ത് കഴുതയായിരുന്നു. അതുകൊണ്ടാണ് കഴുതക്കുട്ടിയെ കളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കർത്താവിൻ്റെ നാമത്തിൽ ഒന്നും അനുഗ്രഹിക്കുന്ന വന്നിരിക്കുന്ന നാമം എന്ന് പറയുന്ന ശക്തിയാണ്. കഴിഞ്ഞാൽ ദൈവപിതാവിൻ്റെ ശക്തിയിലെത്തിയിരിക്കുന്നതാണ്. ആ ശക്തിയിൽ നാമം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പേരല്ല, അത് ശക്തിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ മുഴങ്കാലുകളും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയും ഈശോ കർത്താവാകുന്നു എന്ന് എല്ലാ നാവുകളും ഏറ്റുപറയുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അവിടുത്തെ നാമം എല്ലാ നാമത്തിലും ഉപരിയായ നാമം നൽകപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കും, അല്ലേ? എല്ലാ നാമത്തിലും ഉപരിയായ നാമം നൽകപ്പെട്ടു. ഇപ്പോൾ സങ്കീർത്തനം 118 പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ്. അത് ആശീർവാദമാണ്, പുരോഗതി നൽകുന്ന ആശീർവാദത്തിൻ്റെ ഭാഗമാണത്. വരുന്നവനായ എർക്കോമെനോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്. വരുന്നവനായ എന്ന് പറഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ വരുന്നവനാണ്. മലാക്കി പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് ഉടനെ തൻ്റെ ആലയത്തിലേക്ക് വരുന്നവനാണ്. മലാക്കിയെ പറഞ്ഞിരിക്കും, അവസാനത്തെ പ്രവാചകൻ പറഞ്ഞിരിക്കും വരുമെന്ന് പറഞ്ഞിരിക്കും. ഇപ്പം കൂടാരത്തിരുന്നാളുടെ ദിനത്തിൽ അവർ ഈ സങ്കീർത്തനം പോയിട്ട് ചൊല്ലുമായിരുന്നു. അപ്പോൾ ഈശോ ജനിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അത്യുന്നത ദൈവത്തിൻ്റെ സ്തുതി. ഇവിടെ എന്താണ്? ദൈവത്തിൻ്റെ മഹത്വം. നമുക്കതുകൊണ്ട് ഓശാന ഞായറാഴ്ചയുടെ ഈ ദിനത്തിൻ്റെ ആചരണം അത് നിയോഗപൂർവ്വം അത് വിശുദ്ധിയോടുകൂടി നിർവഹിച്ചിട്ട് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ശ്രമിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോയും കൃപയും പിതാവാര്യത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നാമെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓശാനയുടെ മംഗളങ്ങൾ.